ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈവനിങ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ഇനി സണ്ണി ഡേയ്സ് ആണെന്നാണല്ലോ മാധ്യമങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം. എന്നാൽ ആ സണ്ണി ഡേയ്സിന് മുകളിൽ സുധാകരൻ ഇടിവെട്ടി പെയ്യുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സംഗതി വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മൾ കണ്ടത് സാമ്പിൾ വെടിക്കെട്ടിന്റെ ആദ്യ റൗണ്ട് മാത്രമാണ്. വരും ദിവസങ്ങളിലായിരിക്കും വെടിക്കെട്ട് നടക്കാൻ പോവുക. വളരെ കൃത്യമായി സുധാകരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ പ്രവർത്തക സമിതി അംഗത്വം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എന്നെ മാറ്റിയത് ചില സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയാണ്. ദീപാദാസ് മുൻഷിയോട് വലിയ വിയോജിപ്പാണ് സുധാകരൻ രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളും നമ്മൾ ഈവനിങ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുകയാണ്. ഏതായാലും കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. പകരം ലഭിച്ച പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്തെ പരസ്യമായി പുച്ഛിക്കുകയായിരുന്നു സുധാകരൻ. ആ സ്ഥാനത്തിൽ എന്ത് കാര്യമെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ പ്രകടനത്തിലും അതൃപ്തി, പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റാത്തതിലും സുധാകരന് നീരസം. വലിയ പോസ്റ്റായിരിക്കും. പദവി കിട്ടിയിട്ട് എന്താ കാര്യം? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരു പാർട്ടി ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടം വരെ? പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല, അവർക്ക് താല്പര്യം, അവർക്ക് മാറ്റേണ്ടെന്ന് അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ നിഴലിക്കും, സ്വാഭാവികം. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു ഇല്ല എന്ന് പറയാനൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. താങ്കൾ മാറ്റിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് വലിയ തോതിൽ എതിർപ്പുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അതൊക്കെ അറിയാം. അത് പണി അണികൾക്ക് പൊതുവെ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. സന്തോഷ്, വളരെ കൃത്യമായി സുധാകരൻ പറഞ്ഞു വെക്കുകയാണ്, കോൺഗ്രസിൽ ഇനി വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആയിരിക്കില്ല. സണ്ണി ഡേയ്സിന് മുകളിൽ കെ സുധാകരൻ ഒരു വലിയ കാർമേഘമായി ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുകയാണ്. വളരെ കൃത്യമായി തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പ്രവർത്തക സമിതി അംഗത്വം കൊണ്ടൊക്കെ എന്തു കാര്യം, ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ മാറ്റിയതിലെ അതൃപ്തി വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷം പോരാ എന്നും പറയുന്നുണ്ട്. അത് ചെന്നുകൊള്ളുന്നത് വി ഡി സതീശനിലേക്കാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനപ്പുറമുള്ളതാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിലുള്ള കടുത്ത അതൃപ്തിയുമായാണ് കെ സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അധ്യക്ഷ സ്ഥാനം മാറ്റിയതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഇതിലുള്ള അതൃപ്തി പരസ്യമായി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ KPCC അധ്യക്ഷനെ മാറ്റേണ്ടുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. തൻ്റെ ഭാഗം കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി സുധാകരൻ പറയുന്നുണ്ട്. തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരുമായി സംസാരിച്ചതാണ്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ള തൻ്റെ അഭ്യർത്ഥന കേൾക്കാതെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് കെ സുധാകരൻ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയണമെങ്കിൽ പോയി ദേശീയ നേതൃത്വത്തോട് ചോദിക്കണം. ദേശീയ നേതൃത്വത്തിന് പ്രസിഡന്റായി തന്നെ വേണ്ടെങ്കിൽ പിന്നെ അതിൽ ഒന്നും തനിക്ക് പറയാനില്ല. അതുകൊണ്ടാണ് പാർട്ടിയെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയ കാര്യം. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തക സമിതി അംഗം എന്നുള്ള ആ പദവി കൊണ്ട് ഒരു പ്രയോജനവുമില്ല, പ്രവർത്തിക്കാൻ ഉള്ള പദവിയല്ല എന്നുള്ള കാര്യവും സുധാകരൻ പറയുന്നു. പക്ഷേ പാർട്ടി ഏൽപ്പിച്ച പദവി ആയതുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. ആ പദവിയിൽ ഒരു തരത്തിലും തൃപ്തിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് സുധാകരൻ വ്യക്തമാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് എതിരെയുള്ള ഒളിയമ്പുകൾ, വിമർശനങ്ങൾ, തനിക്കെതിരെ പ്രവർത്തിച്ചത് ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്, കേരളത്തിലുള്ള ഒരു ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇതിന് പിന്നിൽ, ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. തീർച്ചയായും അത് KC വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ളത് വാക്കുകളിൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ KC വേണുഗോപാൽ ആണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അല്ല എന്നും അല്ലെങ്കിൽ അതെ എന്നും മറുപടി എന്നുള്ളത് മാത്രമാണ് സുധാകരൻ പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിവായത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കെതിരെയാണ് അദ്ദേഹം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ദീപാദാസ് മുൻഷി തനിക്കെതിരെ റിപ്പോർട്ട് നൽകി, അത് തെറ്റായ വിവരങ്ങളാണ് റിപ്പോർട്ട് ഉള്ളത്. ദീപാദാസ് മുൻഷി ചില ആളുകളുടെ കയ്യിലെ കളിപ്പാവയായിട്ടാണ് മാറിയിരിക്കുന്നത്. അല്ല, ചില ആളുകളുടെ കയ്യിലെ കളിപ്പാവ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. നമുക്കറിയാം ദീപാദാസ് മുൻഷി എന്തായാലും സ്വന്തം നിലയ്ക്ക്
അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കില്ല. സുധാകരൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഈ ദേശീയ നേതാവിൻ്റെ താല്പര്യപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവിനടക്കം വളരെ കൃത്യമായിട്ട് അതിൽ വലിയ റോളുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണോ കെ സുധാകരൻ ഈ മിനിറ്റിൽ അല്പസമയം മുമ്പ് സംസാരിച്ചു പോയപ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും അതുതന്നെയാണ്. സുധാകരൻ ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അതൃപ്തി, ഈ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അതൃപ്തി കൂടി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സുധാകരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ തിരഞ്ഞെടുപ്പ് വരെ ഈ സംസ്ഥാനത്തിന്റെ ചുമതല വഹിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയാതെ പറയുകയും സുധാകരൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു മാറ്റത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള മാറ്റം നേരത്തെ പറഞ്ഞിരുന്നത് ഈ എല്ലാവരെയോടും ചർച്ച ചെയ്ത് സംസാരിച്ച് ഏകകണ്ഠമായാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനമായത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ അറിഞ്ഞത്. പക്ഷേ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് എന്നുള്ള കാര്യമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അത് പിന്നീടാണ് അറിഞ്ഞത് എന്നുള്ള കാര്യമാണ് സുധാകരൻ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കേരളത്തിലെ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘമുണ്ട് കോൺഗ്രസിനകത്ത് എന്നുള്ള കാര്യവും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. അതിനൊപ്പം തന്നെയാണ് സുധാകരൻ മറ്റൊരു ഭീഷണി കൂടി മുന്നോട്ട് വെക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് അണികൾ തന്നോടൊപ്പം നിൽക്കുന്നവർ വലിയ അമർഷത്തിലാണ്, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണവും ഉണ്ടാകും എന്ന് പറയുന്നു. അതിൽ ഒരു ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സുധാകരനെ അനുകൂലിക്കുന്നവർ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനെതിരെ ഇട്ട ഒരു പോസ്റ്റായിരുന്നു. ഹൈക്കമാൻഡിൽ പിണറായി വിജയന് സ്വാധീനമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. അത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. തന്നെ മാറ്റിയതിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഈ വാക്കുകളിൽ പ്രകടമാവുകയും പുതിയ നേതൃത്വം വന്നപ്പോൾ ഇപ്പോൾ സണ്ണി ജോസഫ് അധ്യക്ഷനായി എത്തിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാക്ക് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കെട്ടുറപ്പ്, ഒറ്റക്കെട്ട് തുടങ്ങിയ വാക്കുകളായിരുന്നു. ഇതൊക്കെ തലക്കെട്ടുകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ 7 അയൽപ്പക്കത്ത് കൂടി പോലും പോകുന്നില്ല എന്നാണോ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതിനപ്പുറമുള്ള തുറന്നു പറച്ചിലുകളിലേക്ക് ഒരു പക്ഷേ കെ സുധാകരൻ പോകാനുള്ള സാധ്യതകളാണോ കാണേണ്ടത്? തീർച്ചയായും ഇന്നത്തെ സുധാകരൻ ഈ മാധ്യമങ്ങളെ കണ്ടത് വളരെ ബോധപൂർവമായി ഒരു സൂചന എന്നുള്ള നിലയിൽ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പകുതിക്ക് വെച്ച് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതായത് ചില ആളുകളുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല, ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന എന്താണ് എന്ന് പറയുന്നില്ല. അങ്ങനെ പറയാതെ മനസ്സിൽ വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ചിലർക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ആവശ്യമെങ്കിൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തും എന്നുള്ള ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ, അതായത് ഈ പ്രവർത്തക സമിതി അംഗം എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് സുധാകരൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആവശ്യം കൂടി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സുധാകരൻ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അംഗീകരിക്കപ്പെടാനുള്ള ഏതെങ്കിലും സാധ്യത നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സന്തോഷേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള അങ്ങനെ ഒരു സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാനുള്ള നിലവിലുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷ പറയൂ. തീർച്ചയായും അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ KPCC സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ തിടുക്കത്തിൽ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അതുകൊണ്ട് ഈ സുധാകരന് തിരഞ്ഞെടുപ്പിന് ചുമതല കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് സുധാകരൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊരു കാര്യം, ഈ കെ സുധാകരൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് ഒരു ക്ലെയിം അതിന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള നേതാക്കന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ചുമതല ലഭിക്കാനുള്ള സാധ്യത ഒരു തരത്തിലും നമുക്ക് ഇപ്പോൾ സുധാകരൻ ലഭിക്കും എന്ന് കൗതുകകരമായ പരാമർശങ്ങളുണ്ടായിരുന്നു. അതായത് 9ാം വയസ്സിൽ പ്രകടനം നയിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ, 9ാം വയസ്സിൽ ഞാൻ പ്രകടനം നയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എണ്ണിപ്പറയുകയാണ്. അത് ചെന്ന് കൊള്ളുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു സുപ്രഭാതത്തിൽ വളരെ അപ്രതീക്ഷിതമായി നേതാവായെത്തിയ ചിലരിലേക്കാണ്. ഒപ്പം തന്നെ നിലവിൽ നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം അത്ര പോരാ, ഇതിൽ കൂടുതൽ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു,
എന്ന വാക്കുകളും ചെന്ന് കൊള്ളുന്നത് വി ഡി സതീശനിലേക്ക് തന്നെയാണ് അല്ലേ? അതായത് സുധാകരൻ അതിൽ പറഞ്ഞ കാര്യം, നിലവിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തന പരിചയവും പാരമ്പര്യവും തനിക്കാണുള്ളത്. ആ ഒരു പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ അംഗീകാരം തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സുധാകരൻ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. പണ്ട് 9ാം വയസ്സിൽ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പ്രകടനം നടത്തിയത് മുതൽ തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, അന്ന് വിളിച്ച മുദ്രാവാക്യമൊക്കെ ഈ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് സുധാകരൻ വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വരുന്നതും ഈ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഈ സ്ഥാനത്തേക്ക് താൻ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഒതുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സൂചന കൂടി സുധാകരൻ്റെ ഈ വാക്കുകളിൽ ഉണ്ട്. മനു, ഒരു കാര്യം കൂടി, ഈ പറയുന്നത് പോലെ സണ്ണി ഡേയ്സ് എന്നതിനപ്പുറത്തേക്ക് സുധാകർ ഡേയ്സ് ആയിരിക്കുമോ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുക? സന്തോഷം. തീർച്ചയായും ഇതിനകത്ത് ഒരു കാര്യം ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില വാർത്തകൾ എന്ന് പറയുന്നത് സുധാകരൻ്റെ നോമിനിയായാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സുധാകരൻ അത് നിഷേധിച്ചിട്ടുണ്ട്. തൻ്റെ നോമിനിയല്ല സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് തൻ്റെ അടുപ്പക്കാരനാണ്, അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. പക്ഷേ തൻ്റെ താൻ പോലും അറിഞ്ഞത് ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് എന്ന് സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം സുധാകരൻ പറഞ്ഞത്, ആന്റണി ആണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം കൂടി സുധാകരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സണ്ണി ജോസഫിന് മുന്നിലും വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഇനി മുന്നിലുള്ളത്. കാരണം സ്വന്തം നേതാവായ സുധാകരൻ തന്നെ ഒരു മത്സരവുമായി, നേതൃത്വത്തിനെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയാൽ അതുകൂടി അതിനെ കൂടി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ട ഒരു ബാധ്യത കൂടി സണ്ണി ജോസഫിലേക്കാണ് വന്നു ചേരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറികളും കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുമെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. മനു, തീർച്ചയായും ഏതായാലും വരും ദിവസങ്ങളായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കാൻ വേണ്ടി പോകുന്നത്. അത് കെ സുധാകരൻ തന്നെ ആയിരിക്കും അതിനെ നിയന്ത്രിക്കുക എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ മാധ്യമങ്ങൾ എഴുതുന്നത് പോലെ കെട്ടുറപ്പോ അല്ലെങ്കിൽ ഒറ്റക്കെട്ടോ എന്നതൊന്നുമല്ല കോൺഗ്രസിനുള്ളിലെ യഥാർത്ഥ സ്ഥിതി എന്ന് സുധാകരൻ്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകുകയാണ്. കൃത്യമായി തൻ്റെ അതൃപ്തി സുധാകരൻ തുറന്നു പറയുന്നു. തന്നെ മാറ്റാൻ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് കെ സുധാകരൻ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ആ പേരടക്കം സുധാകരൻ വെളിപ്പെടുത്താനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നു. അതായത് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്നപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു കെ സുധാകരൻ്റെ വാക്കുകൾ. അതിലും അപ്പുറം അപകടകാരിയാകാൻ പോകുന്ന കെ സുധാകരനെ ആയിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് കാണേണ്ടി വരിക എന്നത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ കൗതുകമെന്ന് പറയുന്നത്. നോക്കാം എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സണ്ണി ജോസഫിനോട് ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന രീതിയിൽ മൗനം പാലിക്കുകയായിരുന്നു സണ്ണി ജോസഫ് ചെയ്തത്. പക്ഷേ എത്ര ദിവസങ്ങളിൽ ആ മൗനം അദ്ദേഹത്തിന് ഭൂഷണമാകും, അദ്ദേഹത്തിന് അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്ന് സുധാകരന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നത് പതിവ് പോലെ തന്നെ കെ മുരളീധരനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുധാകരൻ്റെ പ്രയാസങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ പ്രസ്താവനയെ ഒരു അച്ചടക്ക ലംഘനമായി കാണാൻ കഴിയില്ല എന്ന് മുരളീധരൻ തൻ്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. അല്ല, അദ്ദേഹം ഒരു ചാനലിന് 1-2 ചാനലുകൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോൾ അത്ര വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ. ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെയോ പത്രങ്ങളിലൂടെയോ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അറിയുന്നതിന് പകരം ഞങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ പറയും. മുരളീധരനും നല്ല രീതിയിൽ കുത്തുന്നുണ്ട് അതിനിടയിൽ. കാരണം ഈ വാർത്ത അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഇനി പുനഃസംഘടന വരുമ്പോഴും അങ്ങനെ തന്നെയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു
ചോദ്യമാണ് കെ മുരളീധരൻ നേതൃത്വത്തിന് നേരെ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കണ്ടത് ട്രെയിലർ മാത്രമാണ്, പടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുഴുവൻ പടത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസിന്റെ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്കാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നു എന്നതാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ബെയിലിൻ ദാസ് ഇപ്പോഴും ഒളിവിലാണ്. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഈ ബെയിലിൻ ദാസിനെ തേടുകയാണ് അന്വേഷണ സംഘം. പക്ഷേ ഇയാൾ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതിയായ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇയാൾ ഒളിവിലാണ്. ഈ സംഭവത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇയാളെ പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള സാഹചര്യം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അത് തടഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഈ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് പോലീസിന് അയാളെ അന്ന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതെ പോയത്. അതിനുശേഷം അയാൾക്ക് അവിടെ നിന്നും മുങ്ങാനുള്ള അവസരം കൂടി ഇവർ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇയാളെ കാണാതാകുന്നത്, ഒളിവിൽ പോകുന്നത്. ഈ ഒളിവിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള അപേക്ഷ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം തേടിയതിന് ശേഷം മാത്രം പുറത്തു വരിക എന്നുള്ളതാണ് നിലവിൽ. അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് അതിന്റെ നിയമവശങ്ങളെല്ലാം അയാൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. വ്യക്തമായില്ല മനു. അല്ല, ഈ പറഞ്ഞതുപോലെ അഭിഭാഷകനായതുകൊണ്ട് തന്നെ അതിന് നിയമവശങ്ങൾ കൃത്യമായി അറിയാം. അത് കൃത്യമായി അയാൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും മനു, അത് തന്നെയാണ് ഇതിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊക്കെ വകുപ്പുകൾ വരും, എങ്ങനെയായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാം. പിടിക്കപ്പെട്ടാൽ ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ആ നിലയിൽ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം മറ്റ് കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അയാൾ ആലോചിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടിപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് നേരത്തെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് സംഭവിച്ചതല്ല, പെട്ടെന്നുള്ള ഒരു അബദ്ധം സംഭവിച്ചതാണ്. അതിനെ ആ നിലയിൽ കാണാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആവേശത്തിന്റെ അബദ്ധത്തിന്റെ പുറത്ത് ഒരു സ്ത്രീയുടെ മുഖത്തടിക്കാനുള്ള റൈറ്റ് ഒന്നും ഈ നാട്ടിൽ ആർക്കുമില്ലല്ലോ. ആ വാദം തന്നെ ഒരു അബദ്ധമല്ലേ? ഒരു അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ളൊരു വാദമാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും മനു, ഈ നിലയിലാണ് അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തനിക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഈ വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ എന്തെങ്കിലും പ്രശ്നമോ തനിക്കില്ല. ഇവർ രണ്ടുപേരും, അതായത് ഓഫീസിലെ ജൂനിയർ അഭിഭാഷകർ തമ്മിലാണ് പ്രശ്നമുണ്ടായിരുന്നത്. ആ പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് താൻ ശ്രമിച്ചത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം അയാൾ ആ രീതിയിൽ മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ, കരുതിക്കൂട്ടി അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവം ഏൽപ്പിച്ചതല്ല, പെട്ടെന്നുള്ള ഒരു മനോവിഷമത്തിന്റെ ഭാഗമായി തനിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയതാണ് എന്ന് കോടതിയോട് പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ഈ വകുപ്പുകളെല്ലാം, അത് ചില വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആ വകുപ്പുകൾ ഇതിൽ നിലനിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഏതായാലും നാളെ രാവിലെ ഈ ജാമ്യാപേക്ഷ കോടതി ഒരുപക്ഷെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ നിയമപരമായ വശം അങ്ങനെ നിൽക്കുന്നു. കമലേഷ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഇവിടെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇന്നും ഇന്നലെയുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോകണം. പോലീസിന് ഇയാളെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്ന മാധ്യമങ്ങൾ ഇയാളുടെ രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി വലിയ പണിയെടുക്കുന്നുണ്ട്. ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ ഈ അറസ്റ്റ് തടഞ്ഞ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും മറച്ചു പിടിക്കാൻ ഇവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നതുകൂടി ഈ വിഷയത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്.
പോലീസിനെയോ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ആലോചനയിലും അന്വേഷണത്തിലുമാണ് മാധ്യമങ്ങളുള്ളത്. എല്ലാ മാധ്യമങ്ങളും അല്ല എങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആ ഒരു അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയതിന് ശേഷം ഈ അഭിഭാഷക ശ്യാമിലി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം പോലീസിന് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലേ, പോലീസിന് പ്രതിയെ കൂടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇത്രയും വൈകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത് നിരുത്തരവാദപരമായ സമീപനമല്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ശ്യാമിലി അപ്പോഴെല്ലാം പറഞ്ഞത് അന്വേഷണത്തിൽ കുടുംബത്തിന് അല്ലെങ്കിൽ തനിക്ക് തൃപ്തിയുണ്ട്, തൃപ്തികരമായ നിലയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ അഭിഭാഷകയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസ് സംഘം ഈ ഓഫീസിലെത്തുകയും മഹസർ തയ്യാറാക്കുകയും അവിടെ ഉണ്ടായിരുന്ന കമലേഷ്, ആ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമാണ്. ഞാൻ കമലേഷിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ശ്രീ CP പ്രമോദ്, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ്, നോക്കൂ, സാധാരണക്കാരായ മനുഷ്യൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആശ്രയ കേന്ദ്രമെന്നാണ് നമ്മൾ ജുഡീഷ്യറിയെ എപ്പോഴും വിളിക്കാറുള്ളത്. അവിടെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടവരാണ് അഭിഭാഷകർ. ആ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വളരെ ഗൗരവതരമായ മോശം പെരുമാറ്റം നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നത്തെ നമ്മൾ ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? തീർച്ചയായും നീതി നിർവഹണ രംഗത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖല എന്ന് പറയുന്നത് ജുഡീഷ്യറി തന്നെയാണ്. അവിടെ കോടതിയും അഭിഭാഷകരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത് പൊതുവിൽ കോർട്ട് ഓഫീസേഴ്സായിട്ടാണ് അഭിഭാഷകരെ കരുതുന്നത്. ഓരോ വക്കീൽ ഓഫീസിലും ആൾക്കാർ കടന്നു വരുന്ന യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയാണ്. നീതി, അവരുടെ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞ് അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് അഭിഭാഷക ഓഫീസുകൾ. കാലാകാലങ്ങളിലായി തന്നെ അഭിഭാഷക രംഗത്ത് പുതുതായി കടന്നു വരുന്നവരെ ചേർത്ത് പിടിക്കുന്നൊരു സമീപനം പൊതുവിലെ അഭിഭാഷക വൃത്തിയിലുണ്ട്. സീനിയേഴ്സ് എല്ലാം വളരെ കരുതലോടുകൂടി തന്നെയാണ് അവരെല്ലാം കാണുക. അഭിഭാഷക വൃത്തിയിൽ പുതുതായിട്ട് കടന്നു വരുന്നവരെ സംബന്ധിച്ചുള്ള ചില വെല്ലുവിളികളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വരുമാനം സംബന്ധിച്ച് ഏതെങ്കിലും ശമ്പളത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിനിമം കൂലിയല്ല, അതൊന്നുമില്ല. അതേപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലും കുറച്ച് പുറകിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ പുതുതായിട്ട് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ പ്രൊഫഷൻ നിൽക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാം ഈ സ്റ്റേജിൽ കടന്നു വന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ അഭിഭാഷക വൃത്തിയോടുള്ളൊരു പാഷൻ, അതുപോലെ തന്നെ ഈ പ്രൊഫഷൻ്റെ ഒരു ഗ്രേറ്റ്നെസ്, നൊബിലിറ്റി, ഇതെല്ലാം കണക്കാക്കി കൃത്യമായി തന്നെ എല്ലാ ത്യാഗവും സഹിച്ച് ഏതാണ്ട് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന് തുല്യമായ രീതിയിലാണ് പലപ്പോഴും ജൂനിയേഴ്സും സീനിയേഴ്സും വല്ല ബന്ധം വരുന്നത്. പിൽക്കാലത്ത് സ്വാഭാവികമായും അവരുടെ ചില കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. ചെറിയ ചില ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് നൽകുന്നുണ്ട് ഓഫീസുകൾ എന്നുള്ളത് വളരെ ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ന് കോടതികളിലും അതേപോലെ തന്നെ ഉള്ള ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ, സുപ്രീം കോടതി മുതൽ താഴെ മജിസ്ട്രേറ്റ് കോടതികളുടെ അഭിഭാഷകർ, അവരെല്ലാവരും ഇത്തരത്തിലുള്ള റിഗറായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നവരാണ്. അവിടെ നിന്നാണ് പ്രാഗൽഭ്യം ആർജിക്കുന്നത്, സീനിയർ ഓഫീസിൽ നിന്നാണ്. ഇതിലെ ഏറ്റവും പ്രഗത്ഭരെയാണ് പിന്നീട് ജുഡീഷ്യറി എല്ലാം നേരിട്ട് ജഡ്ജിമാരായിട്ട് വെക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബാറും ബെഞ്ചും ഒരുപോലെ തന്നെ പ്രാഗൽഭ്യം ആർജിക്കുന്ന ഈ അഭിഭാഷകരുടെ ഓഫീസിലുള്ള കുറച്ചു കാലത്തെ അവരുടെ ട്രെയിനിങ്ങും അതിനുശേഷം അവർ സ്വയം ആർജിക്കുന്ന വിജ്ഞാനവുമാണ്. ഇവിടെ നമ്മൾ അഭിഭാഷക ഓഫീസിന് അത്തരത്തിലുള്ള വലിയൊരു സാങ്ക്ടിറ്റിയാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ 10-14 വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഇത്തരത്തിലൊരു സംഭവം വളരെ അപൂർവമാണ്. അങ്ങനെ സംഭവിക്കാറില്ല സാധാരണ. അഭിഭാഷക വൃത്തിയിൽ ഇവരൊന്നും നമ്മൾ ജൂനിയേഴ്സായിട്ട് കടന്നു വരുന്നവരും സീനിയറും തമ്മിലൊരു തൊഴിലാളി ഉടമ ബന്ധമില്ല, അടിമ ഉടമ ബന്ധമില്ല. അങ്ങനെ ആയതെങ്കിലും അൺവാറണ്ടഡ് ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ജൂനിയേഴ്സ് സ്വയം ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതൊന്നുമല്ല ഉണ്ടായത്. ഈ അഭിഭാഷകൻ, 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കം ഈ ശ്യാമിലി എന്ന് പറയുന്ന കുട്ടിയോട് റിപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നീട് അയാൾ ഈ കുട്ടിയെ അതിനീചമായി മർദ്ദിക്കുകയും അടിച്ചു പരിക്കേൽപ്പിക്കുകയൊക്കെ ഉണ്ടായത്. കുട്ടി തറയിൽ വീണതിന് ശേഷം വീണ്ടും കൈ പിടിച്ച് ഉയർത്തി വീണ്ടും അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ബെയിൽ അപ്ലിക്കേഷനൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് പോലെയുള്ള സാഹചര്യങ്ങളാണെന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു അഭിഭാഷകന് പെരുമാറാനാവുക എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഇവിടെ മറ്റൊരു വിഷയം കൂടി വന്നു ഇതിൻ്റെ അകത്ത്, ഞങ്ങൾ അതിനെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറി ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് പിന്നത്തെ വാർത്ത വന്നത്. അതിൽ പറഞ്ഞ ന്യായം അഭിഭാഷക ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യരുതെന്നാണ്. അഭിഭാഷക ഓഫീസിൽ സാധാരണ ആ രൂപത്തിലൊന്നും ചെയ്യാറില്ല, ഒരു പോലീസും വരാറില്ല. പക്ഷെ അഭിഭാഷക ഓഫീസ് തന്നെ ഒരു ക്രൈം സ്പോട്ടായി മാറുകയും സീൻ ഓഫ് ഒക്കറൻസ് പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ ആയി മാറുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ പോലീസിന് പോകണ്ടേ, മാസ്റ്റർ എടുക്കണ്ടേ, പ്രതി അന്വേഷിക്കണ്ടേ, അവിടെ എന്താ തെറ്റ്?
ആ രൂപത്തിലേക്ക് ഇതൊരു ക്രിമിനൽ പിന്നെ ഒരു ഒഫൻസിൻ്റെ താവളമാക്കി മാറ്റുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഇതെല്ലാം ഇതിനേക്കാൾ അപ്പുറത്തെ ഹീനിയസ് ക്രൈം ഉണ്ടെങ്കിലും ഒരിക്കലും അഭിഭാഷക ഓഫീസ് ഇത്തരം കാര്യങ്ങളിലെ പ്രൊട്ടക്ഷനുള്ള വേദിയാക്കി മാറ്റരുതെന്ന് തന്നെയാണ്. അല്ല, അത് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വിഷയം വരുന്നു. അത് ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ കൃത്യമായ പൊളിറ്റിക്കൽ വ്യൂ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അഭിഭാഷകന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട്, അത് രണ്ടുമാണല്ലോ ആ ഓഫീസിൽ വച്ച് അറസ്റ്റ് തടയുന്ന നടപടികളിലേക്ക് അവരെ എത്തിച്ചത്. അതെ, അതാ ഞാൻ പറയുന്നത്. പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢനീക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് കേരളത്തിലെ അഭിഭാഷക സമൂഹം ഒന്നടങ്കം ഞെട്ടലോടുകൂടിയാണ് ഈ സംഗതി കേട്ടത്. എന്ന് മാത്രമല്ല, എല്ലാ കോടതി കോമ്പൗണ്ട് ക്യാമ്പസുകളിലും നമ്മുടെ കോച്ച് സെൻ്ററുകളിലും, കേരളത്തിലാകെ 87 കോച്ച് സെൻ്റർ ഉണ്ട്. 87 കോച്ച് സെൻ്ററുകളിലും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനൊരു സംഭവമില്ല. കേൾക്കുന്ന സീനിയേഴ്സും അതേപോലെ ജൂനിയേഴ്സും എല്ലാം, ജഡ്ജിമാരും എല്ലാം മൂക്കത്ത് വിരൽ വെക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത്രയും നാണം കെട്ടൊരു പരിപാടിയാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവിടുത്തെ തിരുവനന്തപുരം മഞ്ചൂർ കോടതി പോലെ 17,000-ലധികം അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ബാറിലെ സെക്രട്ടറി ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത്, പ്രതിയെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയല്ല. ഇപ്പോൾ വിഷയം വേറെയാ. വിഷയം എന്ന് വെച്ചാൽ ഷാമിലിക്ക് അടികൊണ്ടതല്ല പ്രശ്നം. ഇന്ന് പോലും അവിടെ രൂപപ്പെട്ട ചർച്ച എന്ന് പറയുന്ന ഒരു സംഘം ആൾക്കാർ അഭിഭാഷകനെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി കോടതി പിന്നെ അവരുടെ വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യും, അത് പാടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ കാര്യം രാഷ്ട്രീയമായിട്ട് തിരിച്ചില്ലെന്നാ. ഇതിലെന്താണ് രാഷ്ട്രീയം? നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം കോടതി പിന്നെ വക്കീൽ ഓഫീസിൽ നടന്നു എന്നുള്ളതാണ്. എനിക്ക് വന്ന ചില പോസ്റ്റുകളിൽ ഏതോ ചില ആൾക്കാർ പറഞ്ഞു 2015 ഇയാൾ പൂന്തുറ ഡിവിഷനിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. വേറൊരു വിഭാഗം പറയുന്നു 2020 അദ്ദേഹം തന്നെ ഓഫീസിലിരുന്ന് കോൺഗ്രസ് നേതാക്കളെ സ്വീകരിച്ച് കോൺഗ്രസ് നിലപാടിലേക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് എന്താണെന്നും അദ്ദേഹം ഏത് രീതിയിലാണ് പൊളിറ്റിക്കലായി പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന് 2015 ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, അത് തീർച്ചയായും ആദ്യം CPI പോയി എന്ന് കേൾക്കുന്നു, പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ എത്തിയെന്നും കേൾക്കുന്നു. അത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പം അത്തരമൊരു വിഭാഗം പുതുതായി രൂപം കൊണ്ട് അവിടെ ഇതിനൊരു പ്രതിരോധം ചമയ്ക്കുകയാണ്. പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം. ഇത്തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് അഭിഭാഷകർക്കത്തെ കോൺഗ്രസ് സംഘടനകൾ പ്രതികരിച്ചില്ല. ഇത്രയും വലിയൊരു സംഭവം വന്ന് BJPയുടെ സംഘടന പ്രതികരിച്ചില്ല. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും പ്രതികരിച്ചില്ല. കോൺഗ്രസിന്റെ മഹിളാ നേതാക്കൾ ആരും സംസാരിച്ചിട്ടില്ല. ഓഫീസിൽ ആരും സംസാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ കൃത്യമായൊരു ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ട്. അതിലെ കേവലം ചെസ് ബോർഡിലെ പോൺ എന്ന് പറയുന്ന ഒരാളാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ അയാൾ പെരുമാറാൻ പാടുണ്ടോ? അവിടെ ബാർ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞാൽ എല്ലാവരുടെയും സെക്രട്ടറി അല്ലേ? ഈ അടികൊണ്ട വിക്റ്റിമായിട്ട് നിൽക്കുന്ന ഇരയോടൊപ്പം നിൽക്കേണ്ട ഒരാളാണ്. പക്ഷേ ഇരയോടൊപ്പമല്ല, വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നത് ബാർ അസോസിയേഷൻ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാളെ. അപ്പോൾ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിൽക്കുമോ? ആ പ്രതിയെ എന്തിനാണ് ഷീൽഡ് ചെയ്യുന്നത്? പ്രതി അറസ്റ്റ് വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിൻ്റെ അടുത്ത് വക്കീൽ ഓഫീസിൽ കയറാൻ പാടില്ല ഗണ്ഡിതമായൊരു തീരുമാനം ഇയാൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രതിയെ ഒളിച്ചു കടത്താനുള്ളൊരു ശ്രമം അവിടെ നടന്നുള്ളതാണ്. ഇത് ഹാർബറിംഗ് ആണ് യഥാർത്ഥത്തിൽ. ഇത് അടുത്ത ക്രിമിനൽ കുറ്റ. സെക്രട്ടറി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഹാർബർ ചെയ്യാൻ പാടില്ലല്ലോ. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമായൊരു സംഗതിയാണല്ലോ. ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമല്ല ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടിയുള്ള കവചമുണ്ടാക്കുകയല്ല വേണ്ടത്. ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അക്കാര്യത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഇന്ന് വരുന്ന ഒരു സാഹചര്യം. ശ്രീ പ്രമോദ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, താങ്കൾ നേരത്തെ ജൂനിയേഴ്സിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതുമായി ഞങ്ങളുടെ നിലപാടല്ല. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ നേരത്തെ ജൂനിയേഴ്സിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് താങ്കൾ തന്നെ അത് ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. ഇവിടെ ഈ കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം, ശ്യാമിലയുടെ കാര്യം തന്നെ എടുക്കാം. നേരത്തെയും പലതവണ ഇയാളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിലായിരുന്നില്ല. പലപ്പോഴും ആക്ഷേപങ്ങളും മോശം പെരുമാറ്റവും നേരിടേണ്ടി വന്നു. അന്ന് ആ കുട്ടി അവിടുന്ന് പോരാൻ തുടങ്ങുമ്പോൾ ഇയാൾ പലപ്പോഴും മാപ്പ് പറഞ്ഞൊക്കെ അനുനയിപ്പിച്ച് വീണ്ടും അവിടെ നിർത്തുകയായിരുന്നു. നോക്കൂ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ സഹിച്ച് ഈ കുട്ടികൾക്ക് ജോലി എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. തുച്ഛമായ വരുമാനം, വല്ലപ്പോഴും കിട്ടുന്ന ഈ അഡ്വക്കേറ്റ് കമ്മീഷനിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം മാത്രമായിരിക്കാം ആശ്രയമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രൊഫഷണൽ വിഷയത്തിന് ലോയേഴ്സ് യൂണിയന് ഏത് തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയും ഈ ഘട്ടത്തിൽ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടേ? തീർച്ചയായും. കാരണം പുതുതായിട്ട് പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തൊഴിൽ സുരക്ഷിതത്തിൻ്റെ കാര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതെല്ലാം ആ കടമ്പകളെല്ലാം മറികടന്നുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണ്. ഈ കുട്ടി തന്നെ ഏതാണ്ട് 5 വർഷത്തിനകത്ത് പ്രാക്ടീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത്തരം കടമ്പകളെല്ലാം കടന്ന് വളരെ വലിയൊരു സാമ്പത്തിക ചുറ്റുപാടില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് അതും ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഇവരിവിടെ കടന്നു വന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവരിത്തരത്തിലുള്ള ദുരവസ്ഥയിലൂടെ പോകാൻ പാടില്ലായിരുന്നു. ഇവിടെ തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നല്ല രൂപത്തിലുള്ള മിടുക്കരായ കുട്ടികൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് രംഗത്തേക്ക്. കേരളത്തിൽ തന്നെ 10-30 ലോ കോളേജുകളുണ്ട്. പുതുതായിട്ട് ഓരോ കൊല്ലവും 10,000-3000-ലധികം അഭിഭാഷകർ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഇന്ന് കോടതിയുടെ പശ്ചാത്തലം നിങ്ങൾ നോക്കുക, ട്രയൽ കോടതികളിലെല്ലാം 2-3 വർഷം പ്രാക്ടീസ് ആയിട്ടുള്ള നല്ല കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള അഭിഭാഷകരായിട്ട് നാളേക്ക് വളർന്നു വരാവുന്ന പൊതുനാമ്പുകൾ ആയിരക്കണക്കിന് പേരുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെളിഞ്ഞു വരുന്ന കുട്ടികളെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ വേണ്ടൂ. അവർക്ക് ജോലി ചെയ്യാൻ, നിർഭയമായി അവർക്ക് ജോലി ചെയ്യാൻ, അതേപോലെ തന്നെ കോടതിയിൽ അവർക്ക് അവസരം കൊടുക്കാൻ എല്ലാം അഭിഭാഷകർ ശ്രദ്ധിക്കുക മാത്രമേ വേണ്ടൂ. യഥാർത്ഥത്തിൽ ഈ കുട്ടികളാരും അഭിഭാഷകൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഈ ബെയിലിദാസിനോട് എന്തെങ്കിലും വരുമാനം ചോദിച്ചതിൻ്റെ പേരിലല്ല ഇതെല്ലാം ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒന്നും പേരിലല്ല ഉണ്ടായത്. മറ്റൊരു വിഷയം വന്നപ്പോൾ ഇങ്ങനെയുള്ള ജൂനിയർമാരായിട്ടുള്ള കുട്ടികളെ എന്തും ചെയ്യാമെന്നൊക്കെ ഒരാളങ്ങ് വിചാരിക്കുകയാണ്. എൻ്റെ അടിമകളാണ്, എനിക്ക് കൈകാര്യം ചെയ്യാന്നുള്ള തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വേറൊരു അഭിഭാഷകനോട് പെരുമാറേണ്ടുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡിന് വിരുദ്ധമായി പെരുമാറിയിരിക്കുന്നു. അത് അഡ്വക്കേറ്റ്സ് ആക്ടിന് വിരുദ്ധമാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ബാർ കൗൺസിൽ ഓഫ് കേരളയും എല്ലാം പറയുന്ന പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനെതിരാണ്. അത്തരത്തിൽ ഒരിക്കലും ഒരു പെരുമാറ്റം ഒരു സീനിയർ അഭിഭാഷകൻ്റെ കയ്യിൽ നിന്ന്, സീനിയർ അല്ല ജൂനിയർ ആയാലും പാടില്ല. ഞങ്ങളെല്ലാം കോടതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാദിക്കും, ഘോരം തർക്കിക്കും, വാദിക്കും പ്രതിക്കും വേണ്ടി നിൽക്കും. പക്ഷെ പുറത്തിറങ്ങുമ്പോഴും അതിനകത്ത് പറയുമ്പോഴും ലേണഡ് ഫ്രണ്ട് എന്നാണ് ഉപയോഗിക്കുക. എനിക്കെതിരെ വാദിക്കുന്ന ഒരു അഭിഭാഷകനെ താനെന്ന് ഞാൻ അഭിസംബോധന ചെയ്യില്ല, ഒരഭിഭാഷകനും ചെയ്യില്ല. ആസ് കണ്ടന്റഡ് ബൈ ആസ് പുട്ട് ഫോർവേഡ് ബൈ ലേണഡ് ഫ്രണ്ട് എന്ന് ഞങ്ങൾ സംസാരിക്കുള്ളൂ. അങ്ങനെ ഏറ്റവും ലേണഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ബഹുമാന പുരസ്സരം അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് നോബൽ പ്രൊഫഷനാണെന്നുകൂടി ഞങ്ങൾ പറയുന്നത്. ആ നൊബിലിറ്റി ഒരിക്കലും തറവാട്ട് മഹിമയോ പാരമ്പര്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക അവസ്ഥയോ ഇതുപോലെയുള്ള മുൻചുണ്ടിക്കാരൻ്റെ സ്വഭാവവിശേഷതയോ ഉദ്ദേശമല്ല. ശ്രീ പ്രമോദ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എനിക്കതിന്റെ പ്രായോഗികത എത്രയുണ്ട് എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ ജൂനിയേഴ്സായ അഭിഭാഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനമൊക്കെ കിട്ടിയാൽ, ജീവിച്ചു പോകാൻ പറ്റുന്ന ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വരുമാനം കൂടി കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്നവർ പറയാറുണ്ട്. നമുക്ക് അതിലൊരു മിനിമം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോഴും പറയുന്നു, എനിക്കതിന്റെ പ്രായോഗികത അറിയില്ല. അതിനകത്ത് സുപ്രധാനമായൊരു ചുവടുവയ്പ് 2016 LDF ഗവൺമെൻറ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016 ഒക്ടോബർ നവംബർ മാസത്തിൽ നിയമസഭയിൽ കൊണ്ടുവന്ന അഭിഭാഷക ക്ഷേമനിധി ബില്ലിൽ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി ജൂനിയേഴ്സിന് സ്റ്റൈപ്പൻഡ് കൊടുക്കാനുള്ള സ്കീമാണ് നമ്മൾ ആദ്യം വെച്ചത്. ആ സ്കീമിനകത്ത് സ്വാഭാവികമായും വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് ആ സ്കീം നടപ്പിലാക്കുന്നത്. വെൽഫെയർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ബാർ കൗൺസിലിൻ്റെ സെക്രട്ടറി ഉണ്ട്, AG ഉണ്ട്, അതുപോലെ ബാർ കൗൺസിൽ അംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടുന്നൊരു സമിതിയാണ്. ഏതാണ്ട് ബാർ കൗൺസിൽ അംഗങ്ങൾ ഭൂരിപക്ഷം പങ്കെടുക്കുന്ന ഒരു ബോഡിയാണ്. അതേപോലെ ലോ സെക്രട്ടറി ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ബോർഡ് തീരുമാനിച്ചു 3000 രൂപ സ്റ്റൈപ്പൻഡ് നടപ്പിലാക്കാനാണ്. അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചില വരുമാന മാനദണ്ഡങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നു. വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരെയാണ് സഹായിക്കേണ്ടത്. അതിനു മുമ്പുള്ളാണെങ്കിൽ പോയി വരും എന്നുള്ള നിലയ്ക്കുള്ള ചില ഭേദഗതികൾ, ഒരു നിബന്ധനകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് സാർവത്രികമായി ഒരു 5 വർഷത്തിനകം പ്രാക്ടീസുള്ള, ഒരു 30 വയസ്സിൽ താഴെയുള്ള മറ്റു വരുമാനമില്ലാത്തവരെ അവരുടെ കുടുംബ വരുമാനത്തിൻ്റെ തോതിൽ എടുക്കാതെ ഇൻഡിവിജ്വൽ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത് 1 ലക്ഷം രൂപയോ 50,000 രൂപയോ ഇൻഡിവിജ്വൽ വരുമാനം വെച്ചാൽ കുടുംബ വരുമാനം വെക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഒരു 3000 അല്ലെങ്കിൽ 5000 രൂപയെങ്കിലും വെച്ചിരുന്നാൽ ചുരുങ്ങിയത് അവർക്ക് വീട്ടിൽ നിന്ന് പോയി വരാനും അന്തസ്സോടുകൂടി ഈ കോട്ടിട്ടെന്ന് പറഞ്ഞ് വേറൊരാളുടെയും ഔദാര്യമില്ലാതെ അടുത്ത ആദ്യത്തെ 3-4 കൊല്ലം മുന്നോട്ട് പോകുന്നതിനും കഴിയും. അങ്ങനെ ചെറിയൊരു കൈത്താങ്ങ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന മിടുമിടുക്കരായ പുതിയ അഭിഭാഷകർ, യുവ അഭിഭാഷകർ, അവർ സ്വാഭാവികമായിട്ടും രംഗത്ത് വരും. അതിനകത്ത് യാതൊരു ആശങ്കയും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒന്നുകൂടി ഉത്സാഹം കാണിക്കേണ്ടതുണ്ട്. ഇത് ക്ഷേമനിധി ബോർഡ് തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉദാര വ്യവസ്ഥയിലാക്കണം. ഇപ്പോൾ ഞങ്ങൾ സർക്കാർ മുമ്പാകെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതിൽ ഈ ജൂനിയർ സ്റ്റൈപ്പൻഡ് എന്നുള്ളത് വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ വരുമാന മാനദണ്ഡം ഏതെങ്കിലും തരത്തിൽ ആൾക്കാർക്ക് ഇത് ലഭിക്കുന്നതിനുള്ള തടസ്സമായി മാറുന്നുണ്ടെങ്കിൽ അതിലും നീതിപൂർവകമായ ഒരു മാനദണ്ഡം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിയമമന്ത്രിയായിട്ടെല്ലാം ചർച്ച നടത്തിയിട്ടുണ്ട്. നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഇക്കാര്യത്തിൽ വളരെ അനുഭാവപൂർവമായൊരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്
അടുത്തൊരു 5-6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത 1-2 സെഷനകത്ത് തന്നെ നിയമസഭയിൽ സംബന്ധിച്ച ഭേദഗതി നിയമം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 1-ാം പിണറായി സർക്കാർ ചെയ്ത പോലെ തന്നെ 2-ാം പിണറായി സർക്കാരും ഈ രംഗത്ത് അഭിഭാഷക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഇതിൽ 2016 അഭിഭാഷക ക്ഷേമനിധി തന്നെ 10 ലക്ഷമായിട്ട് ഉയർത്തിയത്. ഇതിനു മുമ്പ് VS സർക്കാരുള്ള കാലത്താണ് MP ജയകുമാറായിരുന്ന നിയമമന്ത്രി അന്നാണ് 5 ലക്ഷമാക്കിയത്. 1-ാം പിണറായി സർക്കാർ കാലത്ത് AK ബാലൻ മന്ത്രിയായിരുന്ന കാലത്ത് നിയമമന്ത്രിയായിരുന്ന കാലത്താണ് 10 ലക്ഷമായി വർദ്ധിപ്പിച്ചത്. ഇതിനു മുൻപ് ഈ വെൽഫെയർ ഫണ്ടിൽ ആരും ചേരില്ല. കാരണം വളരെ തുച്ഛമായി 30-40 വർഷം പ്രാക്ടീസ് കഴിഞ്ഞാൽ 1-2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഈൽഡ്. ഇപ്പോൾ അതല്ല അതിൻ്റെ സ്ഥിതി, വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് 20 ലക്ഷമാക്കി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളൊക്കെയുമായിട്ടുള്ള ചർച്ച, അതേപോലെ തന്നെ ബാർ കൗൺസിലുമായി നടത്തിയ ചർച്ചകൾ, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ചർച്ചയിൽ നിയമവകുപ്പിൽ തന്നെ ഇത്തരത്തിൽ ഇത് അംഗീകരിച്ച്, തത്വത്തിൽ അംഗീകരിച്ച് നിയമത്തിൻ്റെ ഭേദഗതിയിലേക്ക് പോകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. LDF ഗവൺമെൻറ്റുകളാണ് ഇക്കാര്യത്തിൽ വളരെ കരുതലായൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ അസംഘടിത മേഖലയിൽ അവിടുത്തെ തൊഴിൽ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ വീണ്ടും സ്വീകരിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ എല്ലാ സാധ്യമായ ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. സർക്കാർ അത് പോസിറ്റീവായിട്ട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു ശ്രീ CP പ്രമോദ്. ഈ അവസരത്തിൽ സംസാരിച്ചതിന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. ഒന്ന്, ഈ കേസിൽ തിരുവനന്തപുരത്ത് ഈ ബേലിൻദാസിൻ്റെ വിഷയം, അതിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി എടുത്ത സമീപനം ഒരിക്കലും നിയമവ്യവസ്ഥയ്ക്ക് ചേരാൻ പാടില്ലാത്ത സമീപനം, വക്കീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിയമവിരുദ്ധമായ ഇടപാട്, അതിൽ പോലീസിൻ്റെ അന്വേഷണം, അത് മുന്നോട്ട് പോകുന്നു, മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് ഒക്കെയാണ് നമ്മളിപ്പോൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തത്. ആ ചർച്ച എത്തി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറയുന്നത് ഈ മേഖലയിലെ ഈ സാധാരണക്കാരായ ജൂനിയേഴ്സിൻ്റെ തൊഴിൽ സുരക്ഷയെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് കൂടി ഈ വിഷയം എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് ശ്രീ CP പ്രമോദ് നമ്മളോട് സംസാരിച്ചത്. നമ്മൾ ദില്ലിയിൽ നിന്ന് കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച BJP മന്ത്രിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഓരോരുത്തരുടെയും വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്നാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അയാളുടെ വിദ്വേഷ പരാമർശം, അതിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് പോലീസിന് കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം, അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. അതൊരു വശത്ത്. മറുഭാഗത്ത് ഈ വിജയ് ഷായെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുന്ന BJPയുടെ സമീപനം. മനു, തീർച്ചയായും വിജയ് ഷായുടെ കേസിൽ അല്ലെങ്കിൽ ഹർജിയിൽ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇൻഡോർ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം സുപ്രീം കോടതിയിൽ വിജയ് ഷാ ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം, അവരുടെ വാക്കുകളിലും വലിയ സൂക്ഷ്മത കൊണ്ടുവരണം എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും രാജ്യം ഒരു രൂക്ഷമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സുപ്രധാന പങ്കുവഹിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഇത്തരത്തിൽ ഒരു അധിക്ഷേപം കൊണ്ടുവരുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് അടങ്ങിയിട്ടുള്ള ബെഞ്ചിലെ മറ്റു ജഡ്ജിമാരും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിശിതമായിട്ടുള്ള ഭാഷയിൽ തന്നെയായിരുന്നു സുപ്രീം കോടതി ഭാഗത്തു നിന്നും വലിയ ഒരു വിമർശനം ഇദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്ന ഒരു സമീപനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടായതെന്നും താൻ അതല്ല അർത്ഥം വെച്ചത് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിജയ് ഷാ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്കായിരുന്നു, അല്ലെങ്കിൽ ഈ ഹർജിയിൽ ഇടപെടുന്നില്ല എന്നുള്ള കാര്യത്തിലെ ഒരു തീരുമാനത്തിലേക്കായിരുന്നു സുപ്രീം കോടതി മുന്നോട്ട് നീങ്ങിയത്. പിന്നീട് പ്രത്യേക അപേക്ഷ നൽകിയതിനു ശേഷം നാളത്തേക്ക് കേസ് പരിഗണിക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി, അതായത് മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും മതസ്പർദ്ധ വളർത്തുകയും അതോടൊപ്പം സമൂഹത്തിൽ അതിന്റെ നിയമവശം നമ്മൾ കണ്ടല്ലോ അബ്ദുൾ റഷീദ്. അതിന്റെ നിയമപരമായ വശം നമ്മൾ അങ്ങനെ നിൽക്കുന്നു. ഈ മധ്യപ്രദേശ് പോലീസിന് കേസെടുക്കേണ്ടി വന്നത് എപ്പോഴാണ്? അത് ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ്. മറ്റു മാർഗ്ഗങ്ങളില്ലാതെ അവർ കേസെടുക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഞാൻ മനസ്സിലാക്കുന്നത് വിജയ് ഷാ മധ്യപ്രദേശ് മന്ത്രിസഭയിലെ മന്ത്രി തന്നെയാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ BJP തയ്യാറായിട്ടില്ല. അതായത് ഒരു ഭാഗത്ത് രാജ്യസ്നേഹം പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താൻ വേണ്ടി പോരാടിയ ഒരു ധീര വനിതയെ ഏറ്റവും മോശം രീതിയിൽ ആക്ഷേപിച്ച വ്യക്തിയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്.
മനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും BJPയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി വിജയ് ഷാക്കെതിരെ ഇതുവരെയും എടുത്തിട്ടില്ല. അത്തരത്തിലൊരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായി നമുക്ക് വിലയിരുത്താനാവുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ വിജയമാണ് BJP ഇതിനോടകം തന്നെ ആഘോഷിക്കുകയും ചെയ്തിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ഇതിനോടകം തന്നെ തിരങ്ക പോലെയുള്ള യാത്രകളൊക്കെ തന്നെ സംഘടിപ്പിക്കുമ്പോഴും കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയും അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെയും ശക്തമായിട്ടുള്ള സംഘപരിവാറിന്റെ ഒരു ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങളിലും ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ വൈറലാവുകയും പിന്നീട് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇയാൾക്കെതിരെ, അതായത് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഹർജിക്കെതിരെ കൃത്യമായിട്ട് മറ്റൊരു മറു ഹർജി നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് രാജ്യസഭാ അംഗവും അതോടൊപ്പം മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കപിൽ സിബൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഖേദപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കണം ചെയ്യണം എന്ന ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉള്ളത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ BJPയുടെ മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നടപടി ഇതുവരെയും വിജയ് ഷാക്ക് എടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാളെ പരിഗണിക്കാം എന്നുള്ളതാണ് കോടതിയുടെ ഒരു തീരുമാനം. നാളെ കേസിൽ കോടതി എങ്ങനെയായിരിക്കും ഇടപെടുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഒരു നിരീക്ഷണം എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ ഈ ഇൻഡോറിൽ നടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിനിടെയായിരുന്നു ഇത്തരത്തിലൊരു അധിക്ഷേപം സോഫിയ ഖുറേഷിക്കെതിരെ. ശരി അബ്ദുൾ റഷീദ്, നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നാളെ ഈ കേസിൽ കോടതിയുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നൽകിയത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേണൽ സോഫിയ ഖുറേഷിയെ മതപരമായി വിദ്വേഷം ചൊരിഞ്ഞ ഈ മന്ത്രിയെ സംരക്ഷിക്കുന്ന BJPയുടെ നിലപാട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അത് വന്യജീവി സംഘർഷമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ മലപ്പുറത്ത് നിലമ്പൂരിന് സമീപം കാളികാവിലാണ് ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യമുണ്ടായത്. കാളികാവ് അടയ്ക്കാക്കുണ്ട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. ടാപ്പിങ്ങിനിടെയാണ് ഗഫൂറിനെ കടുവ കടിച്ചുകൊണ്ടുപോയത്. കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് തുടങ്ങി. പുലർച്ചെ 6:30 സംഭവം. അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കെയാണ് അപകടം. പെട്ടെന്ന് കാണാതായതോടെ അതേ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തിയിരുന്ന മറ്റൊരു തൊഴിലാളിയാണ് വിവരമറിയിച്ചത്. പോലീസ്, വനം ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. അപകട സ്ഥലത്ത് നിന്ന് വനാതിർത്തിയിൽ 5 കിലോമീറ്റർ മാറിയായിരുന്നു മൃതദേഹം. ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ പാറശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് കുറേ നാളുകളായിട്ട് കടുവശല്യം നിലനിൽക്കുന്നുണ്ട്. പല ആളുകളും ഇത് കണ്ടിട്ടുണ്ട്. ഒരുപാട് വളർത്തുമൃഗങ്ങളും അതുപോലെ തന്നെ വളർത്തു നായ്ക്കളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴായി അധികാരികളോട് ഇത് സൂചിപ്പിച്ചു. ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വന്ന KU ജനീഷ് കുമാർ MLA നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു, കടുപ്പിച്ച് തന്നെ സംസാരിക്കേണ്ടി വരുന്നു നമ്മൾ കണ്ടതാണ്. അത് പല രീതിയിൽ വാർത്തയാക്കുകയുണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ അത് വിവാദമാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ വലിയ തോതിലുള്ള ജനകീയ പിന്തുണയാണ് ആ വിഷയത്തിൽ ജനീഷ് കുമാറിന് കിട്ടുന്നത്. പ്രത്യേകിച്ചും നാടിനു വേണ്ടി ഒരു MLA അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിൽ ഇടപെടണം എന്നതിൻ്റെ ഉദാഹരണമാണ് എന്ന രീതിയിൽ തന്നെയാണ് ജനീഷ് കുമാറിൻ്റെ ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒപ്പം തന്നെ CPIM അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി ഏത് രീതിയിൽ ഇടപെടണം എന്നതാണ് ജനീഷ് കുമാർ ചെയ്തതെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുകയും ചെയ്തു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം, അതിനുശേഷം തിരികെ എത്താം. ഇവിടെ ജനീഷ് കുമാർ എടുത്ത നിലപാട് ജനങ്ങൾക്കൊപ്പം എന്ന നിലപാട് ശരിയാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്.
അപ്പം ഇവിടെ നമ്മൾ മാറ്റേണ്ടത് ഈ കേന്ദ്രത്തിൻ്റെ നിയമങ്ങളാണ്. കേന്ദ്ര സർക്കാർ ഇവിടെ എടുക്കുന്ന നയം ഒരു കാടൻ നയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ വലിയ ജനകീയ പിന്തുണയാണ് ജനീഷ് കുമാർ MLA-ക്ക് ലഭിക്കുന്നത്. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിൽ ഇടപെടണം എന്ന ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? മനു, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് മൂന്ന് ആളുകളുടെ പിന്തുണ ലഭിക്കുന്നു. ഒന്ന് സാധാരണക്കാരുടെ പിന്തുണ. ഇന്നലെ നമ്മൾ ഈ കുളത്തുമണ്ണിൽ ഗ്രാമത്തിൽ, ഈ കോന്നിയിലെ ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെയാണ് KU ജനീഷ് കുമാറിന് MLA-ക്ക് പിന്തുണയായി എത്തുന്നത്. മറ്റൊന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ. CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. രാജു എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നത് ഒരു MLA ജനങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ട വ്യക്തിയാണ്, അത്തരത്തിലൊരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് രാജു എബ്രഹാം പറയുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളോ യൂത്ത് കോൺഗ്രസൊക്കെ MLA-ക്ക് എതിരെ രംഗത്തെത്തേണ്ടതാണ്. എന്നാൽ അവർ നിശബ്ദത പാലിക്കുന്നു ഒരു കാഴ്ച. അതായത് ജനങ്ങളുടെ വികാരം MLA-ക്ക് അനുകൂലമെന്ന തരത്തിലാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം ഇന്ന് കേരള കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ, അതായത് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയും KU ജനീഷ് കുമാറിന് MLA-ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അല്പസമയം വാർത്താ സമ്മേളനം നടത്തി. ഫാദർ ജസ്ലൻ PY ആണ് വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് MLA നടത്തിയത് ഘടനാപരമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് MLA-യുടെ ഇടപെടലായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയം ഉണ്ടാകുന്നത് ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട്, അത് ഷോക്കേറ്റാണ് ആന ചരിയുന്നത്, അതുമായി ബന്ധപ്പെട്ട് ആളുകളെ ചോദ്യം ചെയ്യുന്നു. ആ നടപടിയുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകുമ്പോൾ നിയമാനുസൃതമല്ലാതെ നോട്ടീസ് നൽകി ആളെ വിളിപ്പിക്കുകയും പിന്നീട് പ്രതി നിർബന്ധപൂർവമാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിലാണ് MLA ആ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ ഈ ആരോപണ വിധേയന നോട്ടീസ് നൽകി ശേഷം ഇനി വിളിപ്പിക്കൂ എന്ന തരത്തിലേക്ക് എത്തുന്ന. ആ സമയം കോന്നി DYSP രാജപ്പൻ റാവുത്തർ ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. ഇന്നിപ്പോൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടൊരു സാഹചര്യം കൂടെ ഉണ്ടാകുമ്പോൾ മലയോര ജനത അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, അവർ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നത്. അത്തരം വിഷയങ്ങളിൽ MLA-മാർ, ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ സാധാരണക്കാർ, രാഷ്ട്രീയ നേതൃത്വം, മറ്റ് സാമുദായിക സഭാ നേതൃത്വമൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഇടപെടലാണ് MLA-യുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മനു, ശരി, ഏതായാലും ആ ഇടപെടൽ അത് വളരെ ശക്തമായി തന്നെ ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനെ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. തൻ്റെ മുൻപിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അത് ഏത് രീതിയിലാണ് ഇടപെടേണ്ടത്, ആ രീതിയിൽ തന്നെ ഇടപെടും എന്ന കൃത്യമായ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ജനീഷ് കുമാർ MLA. ഇന്നലെ നമ്മൾ അതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പിന്തുണ നൽകുകയാണ് ഇപ്പോൾ പൊതുസമൂഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. ഇതോടുകൂടി ഇന്നത്തെ ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്.